ഇങ്ങനെ ഒരു സ്റ്റിൽ ഇമേജിനെ ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഡ്രോൺ എഫക്റ്റ് പോലെ വരുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ദ ഡേ 11 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. ഇമേജിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക. അപ്പം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷം വിൻഡോസിൽ ടൈം ലൈൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. വിൻഡോസിൽ ടൈം ലൈൻ ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ താഴെ ട്രാൻസ്ഫോമിൽ ഞാൻ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുത്തു. ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ട്രാൻസ്ഫോമിൽ ഫസ്റ്റ് കീ ഫ്രെയിം ഇവിടെ കൊടുത്തതിന് ശേഷം കൺട്രോൾ ടി ട്രാൻസ്ഫോം ടൂളിൽ വന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, പെർസ്പെക്റ്റീവ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് 6 ഡിഗ്രി ഒന്ന് ഡ്രാഗ് ചെയ്തു. പിന്നെ ഞാൻ നേരെ എൻഡടിച്ചിട്ട് എൻഡിലേക്ക് വന്നിട്ട് ഇവിടെയും ഞാൻ അടുത്ത കീ കൊടുത്തു, കൺട്രോൾ ടി അല്ലെങ്കിൽ കമാൻഡ് ടി. എന്നിട്ട് അഗെയിൻ പെർസ്പെക്റ്റീവ് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്തു. ഇപ്പോൾ വരുന്നൊരു എഫക്റ്റ് കണ്ടില്ലേ. ഇത് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് ഞാൻ റെൻഡർ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. ഓക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, റെൻഡർ കൊടുക്കുക. അപ്പോൾ വിത്തൗട്ട് എൻ എക്സ്റ്റേണൽ എഫേർട്ട് നമുക്ക് ഇങ്ങനത്തുള്ള ഡ്രോൺ കൈൻഡ് ഓഫ് വീഡിയോസൊക്കെ നമുക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്രണ്ട്സിനും ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.